ഹലോ ഡിയേഴ്സ്, ഐറൻ ഫാഷൻ കോർണറിലേക്ക് ഏവരെയും സ്നേഹപൂർവ്വം സ്വാഗതം ചെയ്യുന്നു. അപ്പോൾ തമ്പനയിൽ കാണുന്ന പോലെ 2 ടെക്സ്റ്റിനെ കുറിച്ചാണ് നമ്മളിന്ന് പറയാൻ പോകുന്നത്. അപ്പോൾ ഇതിന് മുന്നുള്ള 2 ടെക്സ്റ്റിനെ കുറിച്ച് നിങ്ങൾക്ക് കഴിഞ്ഞ ദിവസം പറഞ്ഞു തന്നിട്ടുണ്ടായിരുന്നു. അതിൻ്റെ കണ്ടിന്യൂഷനാണ് കേട്ടോ നമ്മളിന്ന് പറയുന്നത്. അപ്പോൾ ഡ്രസ്സെല്ലാം ഭംഗി കൂട്ടാനായിട്ട് നമുക്ക് വേണ്ടുന്ന സംഭവമാണ് ടക്ക് എന്നുള്ളതിനെ കുറിച്ച് പറഞ്ഞിരുന്നല്ലോ. ഇപ്പോൾ ഇവിടെ പറയാൻ പോകുന്നത് ക്രോസ് ടക്കിനെ കുറിച്ചാണ്. ക്രോസ് ടക്ക് എങ്ങനെയാണ് ചെയ്യാന്നുള്ളതിൻ്റെ ഒരു പിക്കാണ് ഇവിടെ കാണിച്ചിരിക്കുന്നത്. അതെങ്ങനെയാണ് എന്നുള്ളത് വരച്ചു കൊടുത്തിരിക്കുന്നതാണ്. അപ്പോൾ എങ്ങനെയാണ് നമ്മൾ ചെയ്യുന്നതെന്ന് നോക്കാം നമുക്ക്. അപ്പോൾ ഒരു പീസ് മെറ്റീരിയൽ എടുത്തിട്ടുണ്ടെങ്കിൽ അതിനെ ലെങ്ത്ത് വൈസും അതുപോലെ തന്നെ വിഡ്ത്ത് വൈസും നമ്മൾ ഒരേ അളവിൽ മെഷർമെൻറ്റ്സ് എടുത്ത് വരച്ചു കൊടുത്തതിന് ശേഷമാണ് നമ്മൾ സ്റ്റിച്ച് ചെയ്തെടുക്കുന്നത്. അപ്പോൾ എങ്ങനെയാണ് വരച്ചു കൊടുത്തിരിക്കുന്നതെന്നാണ് ഞാൻ കാണിച്ചു തന്നത്. അപ്പോൾ സ്റ്റിച്ച് ചെയ്ത് എടുത്തതിന് ശേഷമുള്ള പിക്കാണ് ഇത് കാണിക്കുന്നത് കേട്ടോ. അപ്പോൾ ജസ്റ്റ് ഒന്ന് ഇപ്പോൾ കാണിച്ചു തന്നോന്നുള്ളൂ എങ്ങനെയാണ് ഇത് ആഫ്റ്റർ സ്റ്റിച്ചിങ്ങിൽ വരുന്നതെന്നുള്ളത്. അപ്പോൾ എങ്ങനെയാണ് സ്റ്റിച്ച് ചെയ്ത് എടുക്കുന്നതെന്ന് നമ്മളൊന്ന് നോക്കിയിട്ട് വരണം. അത് നിങ്ങൾക്ക് ഡീറ്റെയിൽ ആയിട്ട് തന്നെ പറഞ്ഞു തരാം. അപ്പോൾ ഏകദേശം ഇതിൻ്റെ രൂപം കണ്ടപ്പോൾ നിങ്ങൾക്ക് മനസ്സിലായല്ലോ ഇത് ആഫ്റ്റർ സ്റ്റിച്ചിങ്ങിൽ എങ്ങനെയാണ് വരുന്നതെന്നുള്ളത്. സ്റ്റിച്ചിങ് കഴിഞ്ഞ രൂപമാണ് കേട്ടോ. അപ്പോൾ നമുക്ക് സ്റ്റിച്ച് ചെയ്യുന്നത് എങ്ങനെയാണെന്ന് നോക്കാം. ഓക്കെ, അപ്പോൾ ഞാനിത് പിൻടക്ക് എടുത്തിട്ട് അത് എങ്ങനെയാണ് ചെയ്യുന്നതെന്നാണ് കാണിക്കുന്നത്. നമ്മൾ കഴിഞ്ഞ ദിവസങ്ങൾ പറഞ്ഞതുപോലെ തന്നെ പിൻടക്ക് ഒരേ അളവിൽ 1 ഇഞ്ച് ഗ്യാപ്പാണെങ്കിൽ 1 ഇഞ്ച് ഗ്യാപ്പിൽ ഒരേ സൈഡിലേക്ക് വരുന്ന രീതിയിൽ നമ്മൾ സ്റ്റിച്ച് ചെയ്ത് എടുത്തിരിക്കുകയാണ്. ശേഷം നമ്മൾ അതേപോലെ തന്നെ വിഡ്ത്ത് വൈസും 1 ഇഞ്ച് ഗ്യാപ്പിൽ നമ്മൾ സ്റ്റിച്ച് കൊടുക്കാൻ കേട്ടോ. അങ്ങനെ സ്റ്റിച്ച് കൊടുത്തതിന് ശേഷമാണ് നമുക്ക് അതിൻ്റെ ഒരു ഫൈനൽ ലുക്ക് കിട്ടുന്നത്. അപ്പോൾ നമ്മൾ ഈ പിടിച്ചു കൊടുക്കുന്നതൊക്കെ ഉണ്ടല്ലോ, ഒരേ സൈഡിലേക്ക് തന്നെ വരുന്ന രീതിയിൽ പിടിച്ചു കൊടുത്തില്ലെങ്കിൽ അതിനൊരു ഫിനിഷിങ് കിട്ടില്ല. അപ്പോൾ കൃത്യമായിട്ട് നമ്മളത് നോക്കിയിട്ട് വേണം സ്റ്റിച്ച് ചെയ്തെടുക്കാൻ. കുറച്ച് ക്ഷമയും കൂടി വേണം. പിന്നെ ഇത് സ്റ്റിച്ച് ചെയ്ത് എടുത്തതിന് ശേഷം ഫുള്ളങ്ങനെ ഒരു ചതുരക്കട്ട പോലെ വരുന്നതായിട്ട് കാണുന്നുണ്ടല്ലോ. ഓരോരോ ആ സ്ക്വയർ പീസിൻ്റെ ഉള്ളിലും നമുക്ക് വേണമെന്നുണ്ടെങ്കിൽ ബീഡ്സ് വെച്ച് കൊടുത്ത് ഒന്ന് അലങ്കരിച്ചെടുക്കാം കേട്ടോ. അതൊക്കെ നമ്മുടെ ഇഷ്ടാനുസരണം നമുക്ക് ചെയ്യാവുന്നതാണ്. അപ്പോൾ ഏകദേശം ഇങ്ങനെയൊക്കെയാണ് ഇതിൻ്റെ ലുക്ക് വരുന്നത്. എങ്ങനെയുണ്ട് കണ്ടിട്ട് നിങ്ങൾക്ക് എന്ത് തോന്നുന്നു ഒന്ന് കമൻറ്റ് ചെയ്യണേ. പിന്നെ അതുപോലെ തന്നെ ഇത് ചെയ്ത് നോക്കാത്തവരാണെങ്കിൽ ഒന്ന് ട്രൈ ചെയ്ത് നോക്കാം. ഓക്കെ, അപ്പോൾ ഇങ്ങനെയാണ് ഇതിൻ്റെ സ്റ്റിച്ചിങ് കഴിഞ്ഞിട്ടുള്ളൊരു രൂപം നമുക്ക് കിട്ടുന്നത്. ഇനി നമുക്ക് അടുത്തൊരു സംഭവത്തിലേക്ക് കിടക്കാം. അതിൻ്റെ പേര് എന്താണെന്ന് നോക്കാം. ഗ്രൂപ്പ് ടക്ക് വിത്ത് സ്കാലപ്പ് എഫക്റ്റ്. ഇതാണ് ഈ സംഭവം. അപ്പോൾ ഇത് വരച്ചു കൊടുത്തിരിക്കുന്നതാണ് കേട്ടോ ഇവിടെ കാണിച്ചിരിക്കുന്നത്. ആഫ്റ്റർ സ്റ്റിച്ചിങ്ങിൽ ഇങ്ങനെയാണ് വരുന്നത്. എങ്ങനെയുണ്ട് അത് സ്റ്റിച്ച് ചെയ്യുന്നതും കൂടി ഒന്ന് നോക്കിയിട്ട് വരാം. അപ്പം നമ്മളിവിടെ പിൻടെക്ക് തന്നെയാണ് കേട്ടോ കൊടുക്കുന്നത്. ഇതിൻ്റെ സ്റ്റാർട്ടിങ് നമ്മൾ പിൻടെക്ക് കൊടുത്തിട്ടാണ് എടുക്കുന്നത്. പിൻടെക്ക് എങ്ങനെയാണ് കൊടുക്കുന്നതെന്ന് നമ്മൾ മുന്നുള്ള വീഡിയോയിൽ കൃത്യമായി തന്നെ കാണിച്ചു തന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഒന്നും കൂടി ഒന്ന് പറഞ്ഞ് നിങ്ങൾക്ക് വിശദമായിട്ട് തന്നെ കാണിച്ചു തരാം. അപ്പോൾ ഒരേ അളവിൽ നമ്മൾ 1 ഇഞ്ചാണ് എടുക്കുന്നതെങ്കിൽ ആ ഒരേ ഇഞ്ച് തന്നെ കറക്റ്റായിട്ട് എല്ലാവിടെയും മാർക്ക് ചെയ്ത് കൊടുത്തിട്ട് നമ്മൾ അവിടെ സ്റ്റിച്ച് ചെയ്ത് എടുക്കുകയാണ്. നമ്മൾ സ്റ്റിച്ച് ചെയ്ത് കഴിഞ്ഞ് നോക്കുമ്പോൾ ഉണ്ടല്ലോ ഒരേ അളവിൽ നമുക്ക് കാണാൻ സാധിക്കണം കേട്ടോ. അപ്പോഴാണ് അതിൻ്റെ ഒരു ഭംഗി. കണ്ടോ, ഇപ്പോൾ ഞാൻ ലെങ്ത്ത് വൈസ് കറക്റ്റായിട്ട് ഒരേ അളവിൽ എനിക്ക് എത്ര മെറ്റീരിയൽ ആവശ്യമുണ്ടോ അത്രയും മെറ്റീരിയൽ ഞാൻ സ്റ്റിച്ച് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി വിഡ്ത്ത് വൈസ് നമുക്ക് അതുപോലെ തന്നെ സ്റ്റിച്ച് ചെയ്തെടുക്കണം. അപ്പോൾ ഞാൻ 1 ഇഞ്ചിൽ തന്നെ കൃത്യമായി അവിടെ ലൈൻസ് ഒന്ന് മാർക്ക് ചെയ്ത് കൊടുക്കുകയാണ്. 1 ഇഞ്ച് അവിടെ മാർക്ക് ചെയ്തതിന് ശേഷം അവിടെ ലൈൻ കറക്റ്റായിട്ട് വരച്ചു കൊടുക്കുന്നുണ്ട് കേട്ടോ. ഒരേപോലെ തന്നെ നമുക്ക് എല്ലാ ലൈനിലും വരണമല്ലോ, അതിന് വേണ്ടിയിട്ടാണ് അങ്ങനെ വരച്ചു കൊടുത്തതിന് ശേഷമാണ് ഞാൻ സ്റ്റിച്ച് ചെയ്യുന്നത്. അപ്പോൾ സ്റ്റിച്ച് ചെയ്യുമ്പോഴും കുറച്ച് കാര്യങ്ങളൊക്കെ ഒന്ന് ശ്രദ്ധിക്കാനുണ്ട്. അപ്പോൾ അതൊന്ന് ഡീറ്റെയിൽ ആയിട്ട് പറഞ്ഞു തരാം. കൃത്യമായി ശ്രദ്ധിച്ചിട്ട് തന്നെ നമ്മൾ ചെയ്തു പോവാം. പിന്നെ ഇത്രയൊക്കെ ചെയ്ത് കഴിയുമ്പോഴത്തേനും നമുക്ക് വേണമെങ്കിൽ അതിൻ്റെ ഉള്ളിൽ കുറച്ച് ബീഡ്സൊക്കെ കൊടുത്തൊന്ന് ഡെക്കറേറ്റ് ചെയ്യുകയാണെങ്കിൽ നല്ലൊരു ഭംഗിയുള്ളൊരു ഡിസൈനായിട്ട് തന്നെ നമുക്ക് കിട്ടും കേട്ടോ. അപ്പോൾ അതിൻ്റെ സ്റ്റിച്ച് എങ്ങനെയാണ് കൊടുക്കുന്നതെന്ന് നോക്കിയിട്ട് വന്നാലോ. അപ്പോൾ സ്റ്റിച്ച് നമ്മളിപ്പോൾ ഒരേ സൈഡിലേക്ക് ടക്കിനെ തിരിച്ച് വെച്ചിട്ടാണ് ഇപ്പം നമ്മൾ ഇട്ട് കൊടുത്തിരിക്കുന്ന പിൻടക്ക് ഉണ്ടല്ലോ അതിനെല്ലാം ഒരേ സൈഡിലേക്ക് തിരിച്ച് വെച്ചിട്ടാണ് ഞാനിപ്പോൾ സ്റ്റിച്ച് ചെയ്ത് പോയിരിക്കുന്നത്. അപ്പോൾ ഇനി മേലത്തെ പോർഷൻ സ്റ്റിച്ച് ചെയ്യുന്നത് എങ്ങനെയാണെന്ന് നോക്കിയാലോ. ഇപ്പോൾ നേരത്തെ നമ്മൾ ഫസ്റ്റ് സ്റ്റിച്ച് കൊടുത്തത് ഏത് സൈഡിലേക്കാണോ അതിൻ്റെ ഓപ്പോസിറ്റ് സൈഡിലേക്കാണ് ഇപ്പം ഞാൻ വെച്ച് കൊടുക്കുന്നത് കേട്ടോ ആ ടക്കിൻ്റെ പീസുകളെല്ലാം. ഓക്കെ, അപ്പോൾ നമ്മളതൊന്ന് ശ്രദ്ധിച്ച് വെച്ച് കൊടുത്തതിന് ശേഷം വേണം നമ്മൾ സ്റ്റിച്ച് ചെയ്യാനായിട്ട്. അപ്പോൾ ആ ഒരു സൈഡ് അങ്ങനെ സ്റ്റിച്ച് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ട്. ഇനി നമുക്ക് 3ാമത്തെ ലൈനിലേക്കാണ് അടുത്തതായിട്ട് നമ്മൾ പോകുന്നത്. അപ്പോൾ 3ാമത്തെ ലൈൻ എങ്ങനെയാണ് ചെയ്യുന്നതെന്ന് നോക്കാം കേട്ടോ.
നമ്മൾ ഓപ്പോസിറ്റ് ലൈനിൽ സൈഡിലേക്കാണ് ഓരോ ലൈനും സ്റ്റിച്ച് ചെയ്ത് വരുന്നത്. ഇപ്പോൾ ഏത് സൈഡിലേക്കാണോ നമ്മൾ സ്റ്റിച്ച് കൊടുത്ത് അടുത്ത ലൈൻ വരുമ്പോൾ അതിൻ്റെ ഓപ്പോസിറ്റ് സൈഡിലേക്കാണ് നമ്മൾ സ്റ്റിച്ച് കൊടുക്കുന്നത്. നിങ്ങൾക്ക് ഇത് ചെയ്യുന്നത് കാണുമ്പോൾ തന്നെ മനസ്സിലാവുന്നുണ്ടെന്ന് വിശ്വസിക്കുന്നു. ഓക്കെ, അപ്പോൾ ഇങ്ങനെയാണ് നമ്മൾ ആ ഒരു സ്റ്റിച്ച് കൊടുത്ത് വരുന്നത്. ഇങ്ങനെ ഡിസൈൻ ചെയ്തിട്ട് ഞാനൊരു ഒരു കുർത്തി തന്നെ സ്റ്റിച്ച് ചെയ്തെടുത്തിട്ടുണ്ടായിരുന്നേ. അതിൻ്റെ യോക്ക് പോർഷനിലേക്ക് കൊടുക്കാനായിട്ട് ഇങ്ങനെ ഒരു പീസ് സ്റ്റിച്ച് ചെയ്ത് എടുത്തിട്ടാണ് ഞാൻ അതിൻ്റെ യോക്ക് പോർഷൻ ഒരു യു ഷേപ്പിൽ കട്ട് ചെയ്തിട്ട് സ്റ്റിച്ച് ചെയ്തിട്ടുണ്ടായിരുന്നത്. നല്ല ഭംഗിയുണ്ടായിരുന്നു. നിങ്ങൾക്കിത് ട്രൈ ചെയ്ത് നോക്കാവുന്നതാണ്. അപ്പോൾ ഇതുപോലെയാണ് ഇതിൻ്റെ ഫിനിഷിങ് ലുക്ക് വരുന്നത്. ഇനി അതിൻ്റെ ഇടയിലെല്ലാം ബീഡ്സ് വെച്ച് കൊടുക്കണം എന്നുണ്ടെങ്കിൽ ബീഡ്സ് വെച്ച് കൊടുക്കാം. ഞാൻ ബീഡ്സ് ഒന്നും വെച്ചിട്ടുണ്ടായില്ല. ഇങ്ങനെ തന്നെ അതൊരു യു ഷേപ്പിൽ കട്ട് ചെയ്തെടുത്തിട്ടാണ് ഞാനൊരു കുർത്തിക്ക് ഫ്രണ്ട് യോക്കായിട്ട് വെച്ച് കൊടുത്തിട്ടുണ്ടായിരുന്നത്. അപ്പോൾ ഇതാണ് ഇതിൻ്റെ ഫൈനൽ ലുക്ക് വരുന്നത്. എല്ലാവരും ഒന്ന് ചെയ്ത് നോക്കിയിട്ട് തീർച്ചയായിട്ടും ഒന്ന് കമൻറ്റ് അറിയിക്കണേ. പിന്നെ അതുപോലെ തന്നെ ലൈക്ക് ചെയ്യാതെ കാണുന്നവരാണെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. അടുത്ത ദിവസം മറ്റൊരു വീഡിയോ ആയിട്ട് നമുക്ക് കാണാം. ഓക്കെ, ബൈ.